ഹായ്, എൻ്റെ പേര് മുഹമ്മദ് ഹാഷിം എം കെ. ഞാൻ അവിടെ മഞ്ചേരിയാണ് സ്ഥലം. അപ്പോൾ എൻ്റെ ഒരു നീറ്റ് സ്റ്റോറി ഞാൻ നിങ്ങളോട് പറയാം. ഞാൻ സ്വാഭാവികമായിട്ട് എല്ലാ കുട്ടികളും ചെയ്യണ പോലെ 10ാം ക്ലാസ് കഴിഞ്ഞു. 10ാം ക്ലാസ്സിൽ ഒരു 10+% സ്വാഭാവികമായിട്ട് എല്ലാവരും സയൻസ് എടുക്കും. +1 സയൻസ് എടുത്തു. +2 കഴിഞ്ഞു. +2ൻ്റെ സമയത്താണ് ഈ കൊറോണ ആ സീനൊക്കെ വന്നത്. +2 കഴിഞ്ഞിട്ട് ഈ 2 മാസം, ഈ അലോട്ട്മെൻറ്റിൻ്റെ മുമ്പ് 2 മാസം ഉണ്ടല്ലോ, ഈ 2 മാസം സ്വാഭാവികമായിട്ടും നാട്ടിലും അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ കളിച്ചിരിയായിട്ട് അങ്ങനെ പോയി. ആ അലോട്ട്മെൻറ്റിൻ്റെ സമയം എത്തിയപ്പോഴാണ് എൻ്റെ മുന്നിൽ എന്തെടുക്കും എന്നുള്ള ചോദ്യം വന്നു. സ്വാഭാവികമായിട്ട് എനിക്ക് +1 +2 അത്രയല്ല പഠിക്കാത്തതുകൊണ്ട് 80% മാർക്ക്. അങ്ങനെയുള്ള എനിക്ക് ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് നല്ലൊരു കോളേജ് കിട്ടാനുള്ള ചാൻസ് ഇല്ലായിരുന്നു. അങ്ങനെ ഞാൻ പിന്നെ പ്രൈവറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് പോയി. എനിക്ക് B.Pharm ഒന്ന് താല്പര്യം ഉണ്ടായിരുന്നു, കാരണം മെഡിക്കൽ ഫീൽഡിന് ലേശം വാല്യൂ ഉണ്ടായതുകൊണ്ട് ഞാൻ B.Pharm എടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ എൻ്റെ കുടുംബക്കാരന് വിളിച്ച് ചോദിച്ചപ്പോഴാണ് അവൻ പറഞ്ഞു, ഇങ്ങനെ ഒന്ന് റിപ്പീറ്റ് ചെയ്തൂടെ, അഥവാ കിട്ടിയാലോ. ആ ഒരു ചെറിയ എവിടെയോ ഒന്ന് സ്പാർക്ക് അടിച്ച പോലെ ഞാൻ പിന്നെന്ത് ചെയ്തു, റിപ്പീറ്റ് ചെയ്യാന്നുള്ള ആഗ്രഹം ഉണ്ടായി. സ്വാഭാവികമായിട്ട് ഞാൻ വീട്ടുകാരോട് സംസാരിച്ചു. വീട്ടുകാർക്ക് അന്ന് എനിക്ക് +1 +2 സ്വാഭാവികമായിട്ടും ഉഴപ്പിയുണ്ട്, അവർ സമ്മതിച്ചില്ല. പിന്നെ എന്തോ എൻ്റെ ഉമ്മാനോട് ഞാൻ കൂടുതൽ കൺവിൻസ് ചെയ്തപ്പോൾ ഒന്ന് സമ്മതിച്ചു. അങ്ങനെയാണ് ഞാൻ റിപ്പീറ്റ് എന്ന് പറയുന്ന ഇതിലേക്കും വരുന്നത്. സ്വാഭാവികമായിട്ടും +1 +2 ഇനിയിപ്പോൾ ബയോളജി നമ്മൾ പഠിച്ചില്ലെങ്കിലും ബയോളജി ഒന്ന് മേക്ക് ഓവർ ചെയ്യാൻ കഴിയും. ഫിസിക്സാണ് എൻ്റെ ഏറ്റവും വലിയ വീക്കായിട്ട് മാറിയത്. +1 +2 കാര്യമായിട്ട് മാത്സോ ഫിസിക്സോ പഠിക്കാത്തതുകൊണ്ട് ഫിസിക്സ് റിപ്പീറ്റിലേക്ക് എത്തിയപ്പോൾ എനിക്ക് ഭയങ്കര അടങ്ങാറായി തോന്നി. ഫസ്റ്റത്തെ പാഠം എനിക്ക് തോന്നുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക്സ് എടുത്തിരുന്നത്. സ്വാഭാവികമായിട്ട് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ക്ലാസ് ഇങ്ങനെ ഓൺലൈൻ ക്ലാസ് ആയിരുന്നു. ഓൺലൈൻ ക്ലാസ് ഇങ്ങനെ കേട്ടു, കറക്റ്റായിട്ട് നോട്ട്സൊക്കെ എഴുതി ലാസ്റ്റ് പിന്നെ ഈ പാഠം കഴിഞ്ഞപ്പോൾ ക്വസ്റ്റ്യൻ്റെ ഒരു വീഡിയോ വന്നു. അങ്ങനെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെ സ്ക്രീനിൽ വന്നു. ഞാൻ ഒന്ന് പൗസ് ചെയ്തു, എന്നിട്ട് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് ചെയ്യാൻ നോക്കി. അങ്ങനെ ഈ ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ തന്നെ എനിക്കൊരു കാര്യം മനസ്സിലായി, ഇത് കഴിയണില്ല. ഞാനൊരു 5 മിനിറ്റ് ഇരുന്നു, 5 മിനിറ്റ് കഴിഞ്ഞില്ല, 10 മിനിറ്റ് ഇരുന്നു, എന്നിട്ട് പോലും അത് എങ്ങനെ ഒരു തുടക്കം പോലും ഇടാൻ എനിക്ക് കഴിഞ്ഞില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ അല്ലേ, സാറിൻ്റെ ഒന്ന് കേട്ട് നോക്കാം, എന്നിട്ട് മനസ്സിലാണ്ട് നോക്കാം. ഞാൻ എന്നിട്ട് വീഡിയോ എന്ത് ചെയ്തു, ഒന്ന് റെസ്യൂം ചെയ്തു. സാറ് പറഞ്ഞു, എന്നിട്ട് എനിക്ക് കത്തിയില്ല. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, എനിക്ക് സംഗതി ഫിസിക്സ് എന്ന് പറഞ്ഞാൽ തിയറി മാത്രം കൊണ്ട് കാര്യമില്ല, നമ്മൾ കുറേയൊക്കെ പ്രാക്ടീസ് ചെയ്യണം. അന്ന് തൊട്ടിയാണ് ഞാൻ കൂടുതൽ ഇടങ്ങേറായത് ഫിസിക്സ് ചെയ്യുമില്ല. ഈ ക്ലാസ് കഴിയും, ഗൂഗിൾ നോക്കും, അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് കിട്ടാത്തത് യൂട്യൂബ്, ഗൂഗിൾ അങ്ങനെ ചെയ്ത് തന്നെയാണ് എൻ്റെ ഫിസിക്സിൻ്റെ സ്കോർ എന്ത് ചെയ്ത് ബിൽഡപ്പ് ചെയ്ത് തന്ന്. കെമിസ്ട്രി എനിക്ക് അത്ര വലിയ ഗതികേടായിട്ട് തോന്നിയില്ലായിരുന്നു. ഓർഗാനിക് അതിന് ലേശം ഒന്ന് ഇതായത് അത് പിന്നെ ഇതേപോലെ തന്നെ ക്വസ്റ്റ്യൻസ് തന്നെ. ഏതൊരു കുട്ടിയും ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിട്ട് തന്നെയാണ് നീറ്റ് ക്വാളിഫൈ ചെയ്യുന്നത്. അല്ലാതെ ആരും പൊട്ടി മുളിച്ചിട്ടൊന്നും നീറ്റ് കിട്ടില്ല. നീറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആയിട്ട് തന്നെ കിട്ടുള്ളൂ. ഇപ്പോൾ ഞാനിപ്പോൾ റിപ്പീറ്റ് ചെയ്യുന്ന കാലത്ത് എന്നോട് ഒരാൾ ചോദിച്ചിരുന്നു, എത്ര സീറ്റുണ്ട് കേരളത്തിലെന്ന്. സ്വാഭാവികമായിട്ടും 1200 1500 ആ സീറ്റല്ലേ ഉള്ളൂ. അയാൾ എന്നോട് ചോദിച്ച് 1500 സീറ്റിൽ ഈ കയറണമല്ലോ എന്ന് എന്നോട് ചോദിച്ചൊരു കാലം ഉണ്ടായിരുന്നു. ഞാൻ മൂപ്പരോട് എന്ത് പറയണമെന്ന് അറിയില്ലല്ലോ, കാരണം നമുക്ക് കിട്ടിയിട്ടില്ല, നമ്മൾ പ്രിപ്പയർ ആയല്ലേ. സ്വാഭാവികമായിട്ടും ഞാൻ നീറ്റ് ഇതേപോലെ കഷ്ടപ്പെട്ട് പഠിച്ച് ഞാൻ നീറ്റ് എഴുതി. 2022 എനിക്ക് സ്കോർ വന്നപ്പോൾ ഓൾ ഇന്ത്യ റാങ്ക് 669. അതായത് കേരളത്തിൽ 1500 എന്നല്ല, ഇന്ത്യയിൽ 1500 ഞാൻ വിട്ടു. കേരളത്തിൽ എനിക്ക് 35 റാങ്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങളോട് പറയാം, നിങ്ങൾ കിട്ടുന്നത് വരെ ആരും നിങ്ങൾ എടുക്കുന്ന എഫേർട്ട് കാണില്ല. കിട്ടി കഴിയുമ്പോഴാണ് നമ്മളെല്ലാവരും പ്രശംസിക്കാൻ വരിക. അപ്പോൾ എല്ലാവരും പഠിക്കുക. ഇപ്പോൾ എനിക്കൊരു കേരള റാങ്ക് 35 കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് അതിലേറെ റാങ്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. കാരണം എനിക്കൊരു 80% +2 കിട്ടി. ഞാൻ ആ ഒരു 681 എന്ന് പറഞ്ഞ സ്കോറിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും എത്താൻ കഴിയും, നിങ്ങളും പഠിക്കാം. ഇപ്പോൾ അതാ May 5 നീറ്റ് വരാണ്. സ്വാഭാവികമായിട്ടും കുറേ ഇപ്പോൾ ചിലവിൽ റിപ്പീറ്റേഴ്സ് ഉണ്ടാവും, റിപ്പീറ്റേഴ്സ് ഉണ്ടാവും, സൂപ്പർ റിപ്പീറ്റേഴ്സ് ഉണ്ടാവും. കുറേ കാലത്തെ വർക്ക് ചെയ്യാറും അതൊക്കെ തീരാൻ പോകുകയാണ്. നിങ്ങളൊരു മെഡിക്കൽ കോളേജിലേക്ക് വരാണ്. സ്വാഭാവികമായിട്ടും കാലിക്കറ്റ് ആവട്ടെ ഞാൻ പ്രശംസിക്കുന്നു, അല്ലെങ്കിൽ എയിംസ്, ജിപ്മർ പോലുള്ള കോളേജുകൾ കിട്ടട്ടെ എന്ന് ആശംസിച്ചു കൊള്ളുന്നു. നന്ദി.